നമുക്ക് എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് സങ്കടം തോന്നാറുണ്ട്. എന്നാൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന തളർച്ചയും ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥയും വെറും ഒരു സങ്കടമാകാൻ കാരണമില്ല. ഇത് വിഷാദ രോഗമാകാം. എന്താണ് വിഷാദ രോഗം? നമ്മുടെ തലച്ചോറിൽ സന്തോഷവും ആത്മവിശ്വാസവും നൽകുന്ന ചില രാസവസ്തുക്കളുണ്ട്. ഉദാഹരണത്തിന് സെറോട്ടോണിൻ, ഡോപ്പമിൻ എന്നിവ. ഇവയുടെ അളവിൽ കുറവ് വരുമ്പോൾ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും വ്യക്തി വിഷാദത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു. ഇത് ആർക്കും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. താഴെ പറയുന്നതിൽ മിക്കതും 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. തുടർച്ചയായ സങ്കടം, എപ്പോഴും നിരാശയും ശൂന്യതയും തോന്നുക, താല്പര്യക്കുറവ്, നേരത്തെ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങൾ, അതായത് വിനോദങ്ങളാവട്ടെ യാത്രകളാവട്ടെ ചെയ്യാൻ താല്പര്യം തോന്നാതിരിക്കുക. അതുപോലെ തളർച്ച, ഉറങ്ങിയാലും മാറാത്ത അമിതമായ ക്ഷീണം, ഉറക്കത്തിലും വിശപ്പിലും മാറ്റം, അമിതമായ ഉറക്കം അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ അമിതമായ ഭക്ഷണം കഴിക്കുക, ശ്രദ്ധക്കുറവ്, ഒരു കാര്യത്തിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ, ആത്മഹത്യാ ചിന്തകൾ, അതായത് ജീവിതം അവസാനിപ്പിക്കാനുള്ള തോന്നലുകൾ. അതുപോലെ വിഷാദത്തിന് പിന്നിൽ ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടാകാം. ജൈവികമായ കാരണങ്ങളുണ്ടാകാം, തലച്ചോറിലെ രാസമാറ്റങ്ങൾ, പാരമ്പര്യം. ഇനി കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും വിഷാദരോഗം ഉണ്ടായിരുന്നെങ്കിൽ സാധ്യത കൂടുതലാണ് നമുക്ക് വരാൻ. അതുപോലെ സാമൂഹിക കാരണങ്ങൾ, പ്രിയപ്പെട്ടവരുടെ മരണം, ജോലി നഷ്ടപ്പെടുക, സാമ്പത്തിക തകർച്ച, അതുപോലെ തന്നെ രോഗങ്ങൾ, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, വൈറ്റമിൻ ഡി കുറവ് എന്നിവ വിഷാദത്തിന് കാരണമാകാം. വിഷാദം പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നത് തലച്ചോറിലെ രാസസന്തുലിതാവസ്ഥ വീണ്ടെടുക്കാൻ സഹായിക്കും. കൗൺസിലിംഗ്, ചിന്താരീതികൾ മാറ്റാൻ സഹായിക്കുന്ന കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി വളരെ ഫലപ്രദമാണ്. ജീവിതശൈലി, കൃത്യമായ ഉറക്കം, ആരോഗ്യകരമായ ഭക്ഷണം, വ്യായാമം എന്നിവ മാനസികാരോഗ്യത്തിന് അത്യാവശ്യമാണ്. തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടോ പ്രൊഫഷണൽ സഹായികളോടോ മനസ്സ് തുറക്കുന്നത് വലിയ മാറ്റം ഉണ്ടാക്കും. മനസ്സിന് അസുഖം വരുന്നത് ശരീരത്തിന് അസുഖം വരുന്നത് പോലെ സാധാരണമാണ്. അതിൽ നാണക്കേട് തോന്നേണ്ട കാര്യമില്ല. സഹായം തേടുന്നത് ബലഹീനതയല്ല, മറിച്ച് ധീരതയാണ്. കൂടുതൽ മെഡിക്കൽ അറിവുകൾക്കായി ക്യാപ്സി ലേണിംഗ് പിന്തുടരുക. താങ്ക് യു.